എനിക്ക് പറഞ്ഞു പൂർത്തീകരിക്കാൻ അദ്ദേഹം അടുത്ത അവസരത്തിൽ പറഞ്ഞോട്ടെ. നിങ്ങളൊന്ന് കുറച്ച് ജനാധിപത്യ മര്യാദ കാണിക്കൂ. നിങ്ങളിത് MSFന്റെ കമ്മിറ്റി അല്ല, നിങ്ങൾ ഹരിത കുട്ടികളെ പോലെ MSFന്റെ കമ്മിറ്റി അല്ല. ഭീഷണിപ്പെടുത്തല്ലേ? നിങ്ങൾ ആരെ ഭീഷണിപ്പെടുത്തുന്നത്? ജനാധിപത്യ പ്രതികരിക്ക്. എന്റെ അവസരം എനിക്ക് വിനിയോഗിക്കുന്ന അവസരം എന്താ? നിങ്ങൾ ആരെ കണ്ണൂരിൽ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ആരെ കണ്ണൂരിൽ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ആരെയെ കണ്ണിട്ട് പേടിപ്പിക്കുന്നത്? ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ MP-മാർ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ഈ ഇവിടെ ഇരിക്കുന്ന കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലുള്ള ഇത് കാണുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ E.T. മുഹമ്മദ് ബഷീർ MP-യുടെ ഇതാ ഇന്ന ഫണ്ട് ഉപയോഗിച്ച് ഒരു പൊതു പദ്ധതി മുസ്ലിം ലീഗുകാരന്റെ വീട്ടിലേക്കുള്ള നടപ്പാതയല്ലാത്ത, മുസ്ലിം ലീഗുകാരന്റെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് ഗുണപരമാകുന്ന റോഡുമല്ലാത്ത ഈ ജില്ലക്ക്, ഈ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിന് ഉപകാരപ്പെടുന്ന എന്ത് വികസന പദ്ധതിയാണ് E.T. മുഹമ്മദ് ബഷീറിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ നടന്നിട്ടുള്ളത്? ഇവിടെ 17 കോടി ഉപയോഗിച്ചു എന്നാണ് നവാസ് പറഞ്ഞത്. 17 കോടിയിൽ 10 കോടിയെ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളൂ. 7 കോടി അവിടെ കിടക്കുകയാണ്. കള്ളത്തരം പറഞ്ഞു പോണ്ട. ഇവിടെ മറ്റൊരു കാര്യം, ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ വികസനം ഇതാ ഞങ്ങൾ E.T. മുഹമ്മദ് ബഷീർ കൊണ്ടുവന്നാണ് എന്ന് പറഞ്ഞു വരിക. ഇത് ഈ രാജ്യത്താകമാനം നടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ വികസനമാണ്. അതിന് കാരണമുണ്ട്.